ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നലെ ആണെങ്കിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇക്കാക്ക് പനിയായതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത് സൺഡേ ഉള്ള വ്ളോഗാണ്. ഇത് വന്നിട്ട് എൻ്റെ കാക്കാരെ 2 മക്കളാണ്. രണ്ടുപേരും ഭയങ്കര കളിയാണ്. അപ്പോൾ നൂറ ഒരറ്റത്ത് ജനലിൻ്റെ അരികെ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഒരു ചിരി. വീഡിയോ എടുക്കണത് കണ്ടിട്ട് ദിയ ആണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. പിന്നെ ഉമ്മ വന്നിട്ട് വെളുത്തുള്ളി തൊലിക്കുകയാണ്. മോൻ വന്നിട്ട് നന്നായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ ഇക്ക മൊബൈൽ നോക്കിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അടുക്കളയിലോട്ട് പോവാമെന്ന്. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പം ഇതാണ് എൻ്റെ കാക്കാരെ വൈഫ്. അപ്പം അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടില്ല, ഉള്ളിയൊക്കെ തോല് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഷഹാന വന്നിട്ട് ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ഞാൻ പിള്ളേരെന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയപ്പോൾ ഇതാണ് അവസ്ഥ. രണ്ടുപേരും ഭയങ്കര കളിയാണ്. പിന്നെ ചില സമയങ്ങളിൽ കളിയും ചില സമയങ്ങളിൽ അടിയാണ് രണ്ടുപേരും. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചു പിന്നെ അടുക്കളയിലൊരു പോയി ഇറച്ചി കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി എടുത്തു. പിന്നെ ഇറച്ചി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം എൻ്റെ കാക്കയാണെങ്കിൽ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും പിന്നെ അതുപോലെ തന്നെ വെള്ളരിക്കായും തക്കാളിയും അതൊക്കെ അരിഞ്ഞ് വയ്ക്കുകയാണ്. അവനാണ് ഈ ഒരു സലാഡ് പ്രിപ്പറേഷനും ഒക്കെ. അതിനുശേഷം ആ ഒരു സമയം കൊണ്ട് ഷഹാനാണെങ്കിൽ അടുപ്പിലോട്ട് കുക്കർ വെച്ച് കൊടുത്തു. പിന്നെ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് സവാള അരിഞ്ഞ് വെച്ചിട്ട് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയും എൻ്റെ കാക്കയാണ് റെഡിയാക്കുന്നത്. അങ്ങനെ ആ ഒരു മസാലയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പുരട്ടി വയ്ക്കുകയാണ്. അങ്ങനെ ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിലായിരുന്നു. പിന്നെ ഷഹാന പറഞ്ഞു ഇതാ ഞാൻ മസാല ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വഴറ്റി വെച്ച ഉള്ളിയിലിട്ടു. പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊരിക്കാനുള്ള ചിക്കൻ വന്നിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് തക്കാളി അരിയുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കാക്കാക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടി എരിയൊക്കെ വേണം, അതുകൊണ്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് പെരുംജീരകവും കുറച്ച് മല്ലിപ്പൊടിയും അതിന് ശേഷം കുറച്ച് ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സാധാരണ നമ്മളിങ്ങനെയല്ല ബിരിയാണി വെക്കുന്നത്, വേറെ ഒരു മോഡലാണ്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മോഡൽ ബിരിയാണി വെക്കുന്നത്. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമ്മളിതിലോട്ട് ഇറച്ചിയിട്ട് കൊടുക്കുകയാണ്. ഇറച്ചിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുക്കർ ചെറുതായിപ്പോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറൊരു കുക്കറിലോട്ട് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയിലോട്ട് മല്ലിയിലയും പിന്നെ പുതിന ഇലയും തക്കാളിയും അതുപോലെ തന്നെ നമ്മളെ തൈരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 വിസിലായതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്തെടുക്കേണ്ടത് ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു അടുപ്പിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ അല്ലാതെയാണ് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അരി വന്നിട്ട് ഊറ്റിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി സവാളയും അതുപോലെ തന്നെ മല്ലിയിലയും പിന്നെ ക്യാരറ്റും പിന്നെ പട്ടയും ഗ്രാമ്പും ഒരു പച്ചമുളകും 2 പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കിയത് കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മൂടി മാറ്റി വെച്ചിട്ട് മൂടേണ്ട ആവശ്യമില്ല. അരി വന്നിട്ട് ഒരു 3/4 പരുവം ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലോട്ട് ഒരു രമ്പയില ഇട്ട് കൊടുക്കുന്നുണ്ട്. രമ്പയില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറത്താണെങ്കിൽ ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ഒരു മുക്കാ പരുവം വരെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുപ്പിലോട്ട് ദോശക്കല്ല് വെച്ച് കൊടുത്ത് അതിലിട്ട് പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് നമുക്ക് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ചോറിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കണം, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമുക്ക് ദം ഒന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് ആവി വെളിയിൽ പോകാൻ പറ്റാത്ത രീതിയിൽ വേണം ദം അടച്ച് വെക്കാം. പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കാക്കയാണ് ദമ്മ് പൊട്ടിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഇരുന്ന് കഴിച്ചു. അപ്പോൾ വാഴയിലയിൽ കഴിക്കാനാണ് പ്ലാനിങ് ആയിട്ടിരുന്നത്. അപ്പോൾ പിള്ളേർ അതിന് സംബന്ധിക്കാൻ പിള്ളേരാണ് അതിൽ വാഴയിലിരുന്ന് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് ബിരിയാണി കഴിച്ച ആ ക്ഷീണത്തിൽ അങ്ങനെ ഇപ്പോൾ കിടന്നു. അങ്ങനെ വൈകുന്നേരമായി നമ്മളെല്ലാവരും പുറത്ത് വന്നിരുന്നു. അങ്ങനെ കാക്കായും കാക്കാരെ മോനായിട്ട് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. അങ്ങനെ മാംഗോ ബാറാണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം എനിക്ക് ഈ മാംഗോ ബാർ ഐസ്ക്രീമാണ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കുടിച്ചു. ഇക്കായും കാക്കായായിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സിനിമ നോക്കാൻ വേണ്ടിയിട്ട് പോകാനിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം കളികളയിലാണെങ്കിൽ എൻ്റെ കൊച്ചുമോൻ ഉണ്ട്. പിന്നെ അവരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഇറങ്ങിയാണ്. അപ്പം പിള്ളേരൊക്കെ നല്ല ഹാപ്പിയിലാണ്. അപ്പം കൊച്ചുമ്മാരുടെ വീട്ടിലാണെങ്കിൽ എൻ്റെ അനിയത്തി പ്രസവിച്ച് കിടക്കുന്നു. അപ്പോൾ നമുക്ക് കൊച്ചിനെയും കൂടെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മളെ കൊച്ചുമോൻ്റെ വീട്ടിൽ പോണ വഴിയാണിത്. അപ്പം വീടെത്തി. അപ്പം വീടിനകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം മോൾ ഉറക്കമാണ്. അപ്പം നമ്മൾ പോയത് കൊണ്ട് പിന്നെ ബജ്ജിയും ചായയൊക്കെ തന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വീണ്ടും അവർ രാത്രി സിനിമയൊക്കെ നോക്കിയിട്ട് വീണ്ടും നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.